അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ കണ്ട വീഡിയോ കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മറ്റു മഹല്ലുകളെ സംബന്ധിച്ച് ഒരു സവിശേഷത കൂടി ആ മഹല്ലിനുണ്ട്. പ്രഗത്ഭ വാഗ്മിയും ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തന രംഗങ്ങളിൽ മികവ് പുലർത്തിയിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രഭാഷകൻ ഖാദിസ്ഥാനം കൊണ്ട് നടക്കുന്ന അലങ്കരിച്ചിരിക്കുന്ന ഒരു മഹല്ല് കൂടിയാണ്. മറ്റാരുമല്ല, അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ എന്ന പ്രഭാഷകൻ്റെ മഹല്ലിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊക്കെ അറിയാം, ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. ഏത് തരത്തിലും അതിനൊക്കെ ഇസ്ലാം ഒരു തരത്തിലും അതിനെ പിടിച്ചു കെട്ടുന്നില്ല. അവരവരെ ഇഷ്ടപ്പെട്ട മതങ്ങളിലേക്ക് സഞ്ചരിക്കാം. ഏതു മതത്തിലാണെങ്കിലും അതിൻ്റേതായ ഒരു കൂറുണ്ട്, അതിൻ്റേതായ ഒരു മര്യാദയുണ്ട്. മറ്റൊന്നുമല്ല, പ്രസിഡന്റ്, അതായത് ഒരു മഹല്ലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അലങ്കാര പദവിയാണ് അല്ലെങ്കിൽ അധികാര പദവിയാണ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നുള്ളതൊക്കെ. അതിൽ പ്രസിഡൻ്റായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണമായും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രതിബദ്ധത ആ മനുഷ്യനിക്കുണ്ട്. കാരണം അവർ ഇസ്ലാമിക രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണോ അതിനൊക്കെ ഒരു മാതൃകയായി രംഗത്ത് വരേണ്ട ഒരാളുടെ അടുക്കലിൽ നിന്നാണ് മോശപ്പെട്ട ഈ ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ മറ്റു മതങ്ങളിലേക്ക് പോയിട്ട് അവരുടെ മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു രീതിയിൽ വിവാഹ ചടങ്ങ് നടത്തുന്നതിൽ ഇസ്ലാം ഒരിക്കലും ഒരു തരത്തിലും അവരെ എതിർക്കുന്നില്ല. പക്ഷേ മുസ്ലിം നാമധാരിയായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇസ്ലാമിക വിശ്വാസി മാത്രമല്ല, ആ വിശ്വാസികളുടെ തന്നെ പ്രസിഡൻ്റായി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലിൽ നിന്ന് മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു അനാചാരം നമുക്കൊരിക്കലും സ്വീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുന്നതും എടുക്കുന്നതും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അവർ ഇസ്ലാമിൽ നിന്ന് പോയതിന് ശേഷമോ ഇസ്ലാം മതം സ്വീകരിച്ച് അത് വിട്ടു പോയതിന് ശേഷം അവർ ഈ ഒരു രീതി തുടങ്ങുന്നതിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മാതൃക കാണിക്കേണ്ട ഒരു മനുഷ്യൻ്റെ അടുക്കലിൽ നിന്ന് ഇങ്ങനൊരു പ്രവർത്തനം നമുക്കൊക്കെ ഒരു വേദനാജനകമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഖാദിസ്ഥാനം ഏറ്റെടുക്കുന്ന കബീർ ബാക്കവി ഇതിനെതിരെ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ, ഇതിനെതിരെ യാതൊരു ആക്ഷനും എടുത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് സന്തോഷകരമായി കേൾക്കാൻ സാധിച്ച ഒരു സംവിധാനം എന്നുള്ളത് കേൾക്കാൻ സാധിച്ചത് അഹമ്മദ് കബീർ ബാക്കവി അവിടുത്തെ ഖത്തീബ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അതിനെ വിമർശിച്ചിട്ട് പ്രഭാഷണങ്ങളോ വിമർശന രൂപത്തിൽ അതിന് സംസാരിക്കുന്നതിനേക്കാൾ സ്വന്തം പ്രവർത്തനങ്ങളിൽ അത് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മാതൃക എന്ന് പ്രഭാഷകനായ അഹമ്മദ് കബീർ ബാക്കവി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഖത്തീബ് സ്ഥാനം കരുനാഗപ്പള്ളി മഹലിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള അദാബുകളിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. അദാബുകൾ എന്ന് പറയാൻ കാരണം ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനം നമുക്കൊക്കെ അറിയാം. അവസാന കാലഘട്ടത്തിൽ അർഹതയില്ലാത്ത ആളുകൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ഭയക്കണമെന്ന് നമുക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതാണ് നമ്മുടെ നേരിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.